നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരം ആൾക്കാരെ കാണാറുണ്ടല്ലേ? അവരെക്കുറിച്ച് പറയാൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന 10 വാക്കുകൾക്ക് പിന്നിൽ ഒരു രഹസ്യക്കോഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കിന്ന് അതൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോ സാധാരണ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈഗോയിസ്റ്റും ഈഗോ ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് പുതിയ വാക്കുകൾ പഠിക്കാനുള്ള നമ്മുടെ രഹസ്യ വഴി തുറക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ കഥയിലെ ചില പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. പക്ഷേ അവരുടെ പേരുകളിലൂടെയല്ല കേട്ടോ, ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്ന ആ ഒരൊറ്റ ഐഡിയ വെച്ചാണ് നമ്മൾ അവരെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരാളെ നമുക്കെല്ലാവർക്കും പരിചയമുണ്ടാവും, അല്ലേ? അവരുടെ എല്ലാ തീരുമാനങ്ങളും ഒരൊറ്റ ചോദ്യത്തിൽ നിന്നായിരിക്കും വരുന്നത്: ഇതുകൊണ്ട് എനിക്കെന്താ ലാഭം? അപ്പോ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈ ഈഗോയിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ലോകം അവരിൽ തുടങ്ങി അവരിൽ തന്നെ അവസാനിക്കും. എല്ലാത്തിലും സ്വന്തം കാര്യം മാത്രം നോക്കുന്നൊരാൾ. ഇനി നമുക്കിതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ഒരാളെപ്പറ്റി ആലോചിച്ചാലോ? മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നൊരാൾ. ഈ വ്യക്തിയാണ് ഒരു ഓൾട്രോയിസ്റ്റ്, അതായത് സ്വന്തം കാര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ. എപ്പോഴും സ്വന്തം ചിന്തകളിൽ മുഴുകി ജീവിക്കുന്ന, ഓരോ വികാരത്തെയും നിരന്തരം വിശകലനം ചെയ്യുന്ന ഒരാളെക്കുറിച്ചെന്താ അഭിപ്രായം? ഇതൊരു ക്ലാസിക് ഇൻട്രോവേർട്ടാണ്. പുറം ലോകത്തേക്കാൾ അവർക്ക് താൽപ്പര്യം സ്വന്തം ചിന്തകളോടും വികാരങ്ങളോടുമാണ്. അവരുടെ ശ്രദ്ധയും ഊർജവുമെല്ലാം ഉള്ളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചുവന്നാലോ? ഒരു ഈഗോയിസ്റ്റ് എപ്പോഴും സ്വന്തം കാര്യത്തിനായി പ്രവർത്തിക്കും. എന്നാൽ ഒരു ഈഗോ ടെസ്റ്റാണെങ്കിലോ? അയാൾ എപ്പോഴും സംസാരിക്കുന്നത് സ്വന്തം കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. ആ ട എന്ന അക്ഷരം ടോക്ക് അഥവാ സംസാരത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. എളുപ്പമല്ലേ? ഇനി നമ്മുടെ ലിസ്റ്റിലെ മറ്റു ചിലരെ കൂടി നോക്കാം. ചിന്തകളെ പുറത്തേക്ക് വിടുന്ന എക്സ്ട്രവേർട്ട് മുതൽ മനുഷ്യരാശിയെയോ സ്ത്രീകളെയോ വിവാഹത്തെയോ എന്തിന് ലൗകിക സുഖങ്ങളെ പോലുമോ വെറുക്കുന്നവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. ശരി, പക്ഷേ ഇത്രയും പേരുകൾ ഓർത്തുവെക്കാൻ ഒരു വഴി വേണ്ടേ? ഇതിന്റെ രഹസ്യം ഈ വാക്കുകളുടെ അർത്ഥം കാണാപടം പഠിക്കുന്നതിലല്ല, മറിച്ച് അതിലും ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കോഡിലാണ്. യഥാർത്ഥ രഹസ്യം ഈ വാക്കുകളിലല്ല, മറിച്ച് അവയുടെ എല്ലാം അടിസ്ഥാനമായ അവയുടെ റൂട്ട്സിലാണ്. പുരാതന ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിലെ ഈ മൂലപദങ്ങളാണ് നമ്മുടെ രഹസ്യക്കോഡ്. നമ്മുടെ കോഡ് തുടങ്ങുന്നത് ഈഗോ എന്ന വാക്കിൽ നിന്നാണ്. ലാറ്റിൻ ഭാഷയിൽ ഞാൻ എന്നർത്ഥം വരുന്ന ഈ വാക്കാണ് നമ്മൾ നേരത്തെ കണ്ട സ്വാർത്ഥമതികളായ കഥാപാത്രങ്ങളുടെ എല്ലാം ബേസ്. ഇതിന്റെ നേരെ വിപരീതമാണ് ഓൾട്ടർ എന്ന വാക്ക്. മറ്റുള്ളവർ എന്നർത്ഥം വരുന്ന ഈ വാക്കിൽ നിന്നാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വാക്ക് വരുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ എങ്ങോട്ടാണ് തിരിയുന്നത്? ഉള്ളിലേക്കാണോ, പുറത്തേക്കാണോ, അതോ രണ്ടിലേക്കുമാണോ? ഈ ആശയം വരുന്നത് വെർട്ടോ എന്ന ലാറ്റിൻ ക്രിയയിൽ നിന്നാണ്. അതിന്റെ അർത്ഥം തിരിയുക എന്നാണ്. വെറുപ്പുമായി ബന്ധപ്പെട്ട ആ 3 പേരുണ്ടായിരുന്നില്ലേ? അവരെല്ലാം വരുന്നത് ഗ്രീക്ക് മൂലപദമായ മിസെയിൻ എന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം വെറുക്കുക എന്നാണ്. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം എന്താണെന്നറിയാമോ? ഈ കുറച്ച് റൂട്ട്സ് മാത്രം പഠിച്ചാല് ഇതുമായി ബന്ധമുള്ള ഒരുപാട് പുതിയ വാക്കുകളുടെ ഒരു ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. നോക്കൂ, വേർട്ടോ എന്നാൽ തിരിയുക എന്നാണെന്ന് മനസ്സിലായാൽ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും. അതുപോലെ ആംബി എന്ന വാക്കിന്റെ അർത്ഥം രണ്ടും എന്നാണ്. അവിടെ നിന്നാണ് ആംബിവേർട്ടും, ഇരു കൈകളും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുള്ളവരെ പറയുന്ന ആംബിഡെക്സ്ട്രസ് എന്ന വാക്കും വരുന്നത്. ഇതിന്റെ ഒരു പവർ നോക്കൂ. മിസിൻ എന്ന ആ ഒരൊറ്റ റൂട്ട് മനുഷ്യരാശി, സ്ത്രീ, വിവാഹം എന്നൊക്കെ അർത്ഥം വരുന്ന മറ്റു വാക്കുകളുമായി ചേരുമ്പോൾ എങ്ങനെയാണ് 3 തരം വെറുപ്പുകളെക്കുറിച്ചുള്ള വാക്കുകളായി മാറുന്നതെന്ന് കണ്ടില്ലേ? ഇതുപോലെ തന്നെയാണ് ഈഗോയുടെ കാര്യവും. അതിൽ നിന്നാണ് ഈഗോസെൻട്രിക്, ഈഗോമാനിയാക് പോലെയുള്ള വാക്കുകൾ വരുന്നത്. അതുപോലെ ഓൾട്ടർ എന്ന വാക്ക് നിങ്ങളുടെ മറ്റൊരു ഞാൻ അല്ലെങ്കിൽ ഓൾട്ടർ ഈഗോ മുതൽ മറ്റൊരാളുമായുള്ള വാക്കുതർക്കം അഥവാ ഓൾട്ടർക്കേഷൻ വരെ വിശദീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോ ഇതൊക്കെ പുതിയ വാക്കുകൾ പഠിക്കുന്നതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമെന്താണ്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് വാക്കുകൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അതിന്റെ പിന്നിലുള്ള ആശയവും ആ മൂലപദവും പഠിക്കുന്നത്. കാരണം അങ്ങനെയെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതൊരു വാക്കല്ല, മറിച്ച് ഡസൻ കണക്കിന് വാക്കുകൾ തുറക്കാനുള്ള ഒരു താക്കോലാണ്. അപ്പോ ഒരവസാന ചോദ്യം:
ഈ വാക്കുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കോഡ് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ചുറ്റുമുള്ളവരെ നോക്കുമ്പോൾ ഏതൊക്കെ പുതിയ ബന്ധങ്ങളും വ്യക്തിത്വങ്ങളുമാണ് നിങ്ങളുടെ കണ്ണിൽ പെടാൻ പോകുന്നത്?